ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ആദർശ്. ഗൈസ്, അപ്പത്തേ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ ഞങ്ങള് വ്ലോഗായിട്ട് വന്നതാണ് ഗൈസ്. വീട്ടിൽ നിൽക്കുന്ന കോലം മാത്രമല്ല, വീട്ടിൽ നല്ല പണിയായിരുന്നു. കണ്ടതിന്റെ കഴുക്ക് കണ്ടതൊക്കെ മനസ്സിലാവില്ല. ഇതും കിച്ചണിൽ കുറേ പരിപാടിയിലായിരുന്നു ഗൈസ്. പിന്നെ വീടൊക്കെ ഇനി ഒന്ന് അടുക്കി പറക്കാനുണ്ട്. കാരണം കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൺഡേ ആയിട്ട് കിട്ടുന്ന ദിവസങ്ങൾ വീടൊക്കെ അടിച്ച് പറക്കി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ നീതുവിന് കിച്ചണിലുള്ള പരിപാടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നീതു ദേ ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പുകളാണ്. മസാലയൊക്കെ കണ്ടോ, നല്ല സൂപ്പർ മസാലയാണ് ഗൈസ്. പിന്നെ പിന്നെന്താ ഉള്ളത്, പിന്നെ ദേ ചിക്കനൊക്കെ ദേ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ, കൊള്ളാം. പിന്നെ ദേ ഇവിടെ അരി ഊറ്റി വെച്ചേക്കുന്നു. ഇനി എന്തോ ഉള്ളത്, അല്ല ഇനിയാണെങ്കിൽ മോര് വെക്കുന്നില്ലേ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ തനുവിനെ ഞങ്ങൾ റൂമിനകത്തിട്ട് കഥ കടച്ചിട്ട് റൂമിലിട്ടേക്കുവാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദേ കണ്ടു തനു അവിടെ. അപ്പം അവളെ നമ്മൾ ഇളക്കണ്ട, കാരണം ഇളക്കി കഴിഞ്ഞാൽ അവക്കിളകിയാൽ നമുക്ക് പിന്നെ ഒന്നും നടക്കത്തില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു. പിന്നെ ഹോം ടൂർ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. ചിലപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ ഹോം ടൂറൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഞങ്ങൾ കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നൊരു ടൈം അല്ലായിരുന്നു. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ വീഡിയോ? എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അതിലും വലിയ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഗൈസ്. ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എത്രയാണ് ചൂടെന്നറിയാമോ? 38 സംതിങ് ആയിരുന്നു. അപ്പൊ ഗൈസ് ചെരുപ്പിടാതെ നിൽക്കുക, പക്ഷെ ചവിട്ടാൻ പറ്റത്തില്ല, അത്ര ചൂടാ. ചൂട് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. വെയിൽ കണ്ടോ ഗൈസ്, വെയിൽ കണ്ടോ? ഞാൻ ഇത്തിരി സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. നീ ഇട്ടിട്ടുണ്ടോ? ഓ, ഇത് സൺസ്ക്രീൻ ഇട്ടിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഭയങ്കര വെയിൽ, ഇത് കണ്ടോ ഗൈസ്, ഭയങ്കര വെയിലാണ്. അയ്യോ, അതെടുത്തിട്ട് ഹരിയുടെ ടീഷർട്ട് കഴുകിയിട്ടിട്ട് പോയതാണ് ഗൈസ്. ഉണങ്ങിയല്ലോ, ഓക്കെ ഓക്കെ ഗൈസ്. അപ്പം ചൂട്. പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ അപ്ഡേറ്റ് പറയാം ഗൈസ്. പൈനാപ്പിൾ തോട്ടം നമ്മുടെ കൺമുന്നിൽ, നമ്മൾ ഈ പൈനാപ്പിൾ നട്ട് വളർത്തി അന്ന് മുതൽ നമ്മൾ കാത്തിരുന്നു ഗൈസ്. പക്ഷെ ഒരു പൈനാപ്പിൾ പോലും നമുക്ക് അവർ തന്നില്ല. അവർ പറിച്ച് ലോഡ് കണക്കിന് പൈനാപ്പിൾ കൊണ്ടുപോയി ഗൈസ്. നമ്മുടെ കൺമുന്നിൽ കൂടെ കൊണ്ടുപോയി. നമ്മളിനി കണ്ണ് വിടാതിരിക്കാനാണ് എന്തുകൊണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഒരു കുറ്റിക്കകത്ത് കുറേ കുത്തി വെച്ചേക്കുന്നുണ്ടോ ഗൈസ്? പൈനാപ്പിൾ ഒന്നും തന്നില്ല ഗൈസ്. നമുക്ക് വിഷമമുണ്ട്. ഇനി അടുത്ത ലോഡ് നീ കുറെ പറിക്കാണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇനി ബാക്കി പറിക്കുമ്പോൾ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു ഗൈസ്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇത്ര ഏക്കർ കണക്കിന് പൈനാപ്പിൾ തോട്ടം ഉണ്ടായിട്ട് നമുക്കൊരു പൈനാപ്പിൾ എറിഞ്ഞ് തരണ്ടേ അല്ലേ? നമ്മളും കൂടെ നോക്കിയില്ലേ, വില പന്നിയോ പട്ടിയോ ഒക്കെ കയറാൻ നമ്മൾ നോക്കിയില്ലേ ഇല്ലേ? ഞങ്ങൾ പോലും കയറില്ല ഗൈസ്. അങ്ങനെ വലിയ പൈനാപ്പിൾ തോട്ടമാണേ. പക്ഷെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. ചിലപ്പോൾ ലാസ്റ്റ് തെരുവായിരിക്കും, പക്ഷെ ലാസ്റ്റ് തരുമായിരിക്കും ഗൈസ്. അറിയത്തില്ല, പറിക്കാൻ പറഞ്ഞ ചേട്ടന്മാർ പോലും ഒന്നും എറിഞ്ഞു തന്നില്ല. പിന്നെ നമ്മൾ ആക്ച്വലി വീട്ടിലില്ലായിരുന്നു, എന്നിരുന്നാലും അല്ലേ തരായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇനി ലോഡുകൾ ഒത്തിരി പോകാനുണ്ട്, കുറച്ച് ലോഡൊക്കെ പോയി. സോ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ ചൂടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുനലൂരും പാലക്കാട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയില്ലാത്ത ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പല ഇറങ്ങി വീഴും. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ മൊത്തം ടൗണിലായിരുന്നു. ഇന്നലെ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ, എനിക്ക് എവിടെയെങ്കിലും പോയാൽ വീട്ടിൽ വരേണ്ടതാണ്. ഇന്നലെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാ മതിയായിരുന്നു. അതേപോലെ ചൂടാണ് നമ്മള്. പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതെ ഇനിയിപ്പോൾ അങ്ങോട്ടെങ്കിലും സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പം നിങ്ങൾ ഇത്രയും നാളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സപ്പോർട്ടും ഇനി ഒത്തിരിയൊക്കെ വേണം. ഇനി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. സ്നോബൽ എന്ത് ചെയ്യും? സ്നോബലിനെ കാണാനില്ലടാ. സ്നോബലിനെ കാണാനില്ലെന്നാണ് നീ പറയുന്നത്. ഒരു സെക്കൻഡ് ഗൈസ്. അതുപോലെ നല്ല ചൂടുള്ള സമയമാണ്. ചൂടുള്ള സമയമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാനിത് പൊട്ടിച്ചിടാറുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് ഇട്ടായിരുന്നു ഗൈസ്. ഇതെങ്ങാണ്ട ഇവർ യൂസ് ചെയ്യും. പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന എല്ലാ സൺസ്ക്രീനും എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ ഞാൻ ഇടാറുണ്ട്. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ പുറത്ത് പോകുന്ന നേരത്ത് ഇവർ യൂസ് ചെയ്യുന്ന എന്തൊക്കെയോ സാധനങ്ങൾ ഈ മുഖത്ത് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമല്ലോ, ഫേഷ്യലുള്ള മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ. ഞാൻ പൗഡറും കോമ്പാക്റ്റും ഒക്കെ ഇതിന്റെ മോട്ടിച്ചിട്ടിട്ട് ഞാനാണെങ്കിൽ ഇതാണെങ്കിൽ അവന് ചേർത്തില്ലല്ലോ. അപ്പഴത്തേക്ക് ഈ ഫേസ് അങ്ങാണ്ട് ഇങ്ങനെ
ഞാനല്ല നാടകത്തിന് പോകുന്ന നാടക നടന്മാരാണ് കൈപ്പോയി ഈ സാധനം. പക്ഷെ ഈ സാധനം നല്ല കൊള്ളാം കേട്ടോ. കാരണം അത് തന്നെ നമ്മളെ വിയർത്താ പോലും ഒത്തിരി ഇതൊക്കെ മേക്കപ്പ് ഒക്കെ ഇടുന്നു. നമ്മക്കൊന്നും വലിയ യൂസ് ഒന്നും ഇല്ല. ഏത് മേക്കപ്പ് ഒക്കെ ഇപ്പൊ ഇടുന്നുണ്ട്. പണ്ട് ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇഷ്ടംപോലെ മേക്കപ്പ് ഇടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രോഡക്റ്റുകള്. പിന്നെന്തോ പറയാനുള്ള ഇന്ന് കുറെ തുണികളൊക്കെ കഴിവുണ്ട് ഗൈസ്. 3-4 ദിവസത്തെ തുണിയുടെ നിറഞ്ഞിരിക്കണം. ഇനി ഇത് അൺലോഡ് ചെയ്താൽ മാത്രമേ ഇനി അടുത്തത് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഇത് നോട്ടിച്ചിടാറുണ്ട് ഗൈസ്. ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു പറഞ്ഞതാ. പിന്നെ വേറെ കാര്യമുണ്ടേ, ദൈവൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രാഫ്റ്റ് എനിക്കറിയത്തില്ല. പാത്രം. എടാ ഇത് എന്റെ മറ്റേ സിന്ദൂരം ഇല്ലേ, സിന്ദൂരം എന്ന ഡപ്പി നമ്മളെ ചെറിയ ഡപ്പി അവൾ അടിച്ച് ഡപ്പി പൊട്ടിച്ചിട്ട് ഇവള് സ്വന്തമായിട്ട് ഉണ്ടാക്കി. എടാ കഷ്ടോടെ ക്ലേ വെച്ച് ഉണ്ടാക്കി ഞാൻ അറിഞ്ഞില്ലടാ. ക്ലേ വെച്ചുണ്ടാക്കിയ അവൾ ഒരു മാനുവായിട്ട് ഡപ്പ ഉണ്ടായിരുന്നു. അവൾ അത് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവളാണ് ഇപ്പൊ നശിപ്പിച്ചു കേട്ടോ. ദൈവന്റെ ഡപ്പി ഇവിടെ അടിച്ച് നശിപ്പിച്ച് കൈസാണ്ടോ. നല്ലൊരു ഡപ്പി, നല്ല ക്രിയേറ്റിവിറ്റി ആണേ. ഇവളെന്നാ ഇവക്ക് പിന്നെ എല്ലാം നശിപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഗൈസ്. അവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച സാധനമാണ്. പിന്നെ സ്നോബലിനെ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്. സ്നോബലിനെ എവിടാന്ന് അറിയത്തില്ല ഗൈസ്. പിന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഗൈസ്. ഒന്നും എന്തോ പറയാൻ പറ്റും ഇത്രയും ചൂടില്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എങ്ങനെ ഉണ്ട്? പിന്നെ ഞങ്ങള് ചിക്കൻ മേടിച്ചപ്പോൾ ചിക്കൻ ആണെങ്കിൽ കുറച്ചേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി കണ്ണനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുവാണ്. അവന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവന്മാർ വന്നാലേ ഇനി ബാലൻസ് കൂടെ എടുത്ത് കറിയാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവധിയായതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഹരിയൊക്കെ വന്നിട്ടുണ്ട്, കണ്ണനുണ്ട്, വിഷ്ണു ഉണ്ട്. പിള്ളേരെല്ലാവരും ഇവിടെ വരും ഗൈസ്. ഇന്ന് ഉച്ചയ്ക്കല്ല വൈകിട്ട്. പിന്നെന്തോ പറയാനുള്ളത്, ഒരിടയ്ക്കാണെങ്കിൽ നല്ല ഫ്ലോയിൽ വീഡിയോ ഇട്ടോണ്ടിരുന്നു. മടിച്ചല്ല പ്രശ്നം, ഒരുപാട് കാര്യങ്ങളായി ഗൈസ് ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ അതിന് സമയം കിട്ടത്തില്ല. അങ്ങനെ ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കിന് നമുക്ക് പിന്നെ സമയം കിട്ടാതായി. അതുകൊണ്ടാണ് വ്ളോഗ് ഒന്നും ഇടാൻ പറ്റാതെ. ഇനി അങ്ങോട്ട് കണ്ടിന്യൂ എന്തായാലും വ്ളോഗ് ഇടുന്നതായിരിക്കും. ഒരുപാട് പേര് പറഞ്ഞു ഗൈസ്, നമ്മുടെ പിള്ളേരൊക്കെ പറഞ്ഞ്. അമ്മു ഹായ്. അമ്മു സ്പെഷ്യൽ ഹായ്. എല്ലാവരോടും ഹായ് ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പിന്നെ അങ്ങോട്ട് എന്നും വ്ളോഗ് ഉണ്ടാവും. ഇങ്ങനെ ഡെയിലി വ്ളോഗൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഞങ്ങൾ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടിടുന്നതായിരിക്കും. സോ പിന്നെ വേറൊരു വിശേഷം കേട്ടോ. ഞങ്ങളാണ് ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ഈ ഫ്രെയിം കണ്ടോ ഗൈസ്, ഇവിടെ ഉള്ള ഈ ഫോട്ടോ ഫ്രെയിം ഈ തനുവും ദൈവവും പിന്നെ വിഷ്ണുവും കൂടെ കളിച്ച ആ സാധനം തള്ളിയിട്ട് പൊട്ടിച്ച്. അങ്ങനെ പൊട്ടിച്ചതിൻ്റെ പൊട്ടിയ സാധനം ഞാനവിടെ റെഡിയാക്കി ഇവിടെ വെച്ച്. പക്ഷെ ഞങ്ങൾ അന്ന് തന്നെ പോയി അടുത്ത ഫ്രെയിം അടിച്ചു ഗൈസ്. ഇത് നമുക്ക് നമ്മുടെ പിള്ളേർ സിദ്ധുവും ജിഷ്ണുവും ഒക്കെ ഗിഫ്റ്റ് ചെയ്തതാണേ. തനുവിനെ കാണിച്ചു തരാവേ. തനുവിൻ്റെ പരിപാടി ഉണ്ടോ ഗൈസ്. തനു ഈ റൂമൊക്കെ അലങ്കാരമായി കിടക്കും ഗൈസ്. കാരണം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം വൃത്തിയാക്കാനുണ്ട് ഗൈസ്. തനുവിനെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ സ്നോബി ഗൈസ് കണ്ട എന്റെ ഒറ്റ വിളിയിൽ പയ്യൻ വരുന്നുണ്ടോ. സ്നോബി ഹായ് പറ. സ്നോബി ഹായ് പറഞ്ഞേ. ഹലോ പറഞ്ഞേ ഗൈസ്. ഇവനാണ് ഞങ്ങളുടെ സ്നോബൽ മോൻ. ഞങ്ങൾ 2 പെൺപിള്ളേരും ഒരു മോനുമാണുള്ള ഗൈസ്. ഇതാണ് ഞങ്ങളുടെ സ്നോബൽ കുട്ട. ഹായ് പറഞ്ഞേ. പാവം കുട്ടനാണ് ഇവൻ സ്നോബൽ. ഇവനെനിക്ക് അറിയാലോ ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ ഗൈസ്. അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് വേണം ഗൈസ്. അപ്പൊ അടുത്ത ഇനിയും നല്ലൊരു ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ആദർശ്, ഇറ്റ്സ് മീ നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.